ഈ ചുമയ്ക്ക് ഒരു ഇച്ചിരി ഉപ്പിട്ട് വെള്ളം തിളപ്പിക്കണം. എന്നിട്ട് ആ ചൂടുവെള്ളം ഇങ്ങനെ തൊണ്ടയിൽ വെച്ച് ഗാർഗിൾ ചെയ്താൽ മതി, പെട്ടെന്ന് അങ്ങ് മാറും. മരുന്നൊന്നും കഴിക്കണ്ട. അമ്മ, ഞാൻ ചുമക്കുള്ള ഒറ്റമൂലി ചോദിച്ചു വന്നതല്ല. പിന്നെ ഞാനിങ്ങനെ ഓരോരോ പരിപാടികൾ മുന്നോട്ടുള്ള ജീവിതമൊക്കെ സെറ്റ് ചെയ്യണമല്ലോ. അയ്യോ, വേണമല്ലോ, കൊള്ളാം. അപ്പം ഞാന് ഒരു പുതിയൊരു ഈവന്റ് മാനേജ്മെന്റ് കമ്പനി ഞാനും മനുവും കൂടെ ചേർന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അപ്പൊ ഒരു ചെറിയ ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഈവന്റ് മാനേജ്മെന്റ് കമ്പനി? ഈവന്റ് മാനേജ്മെന്റ്. നീ അരവട്ടൻ, മറ്റവും മുഴുവട്ടൻ. നിങ്ങൾ രണ്ടും കൂടെ ഈവന്റ് മാനേജ്മെന്റ് കമ്പനി. എന്തോന്ന് ഇവന്റാടാ? അമ്മ, ഇപ്പൊ ഈവന്റ് മാനേജ്മെന്റ് കമ്പനിക്ക് ഭയങ്കര സ്കോപ്പാ മുന്നോട്ട്. ആണോ? ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. അതേ പ്രതീക്ഷ, ഞാൻ ഇച്ചിരി സമാധാനമായിട്ട് ഇവിടെ വന്നിരിക്കുക. മനസ്സിനൊരു സ്വസ്ഥതയുണ്ട്. എന്റെ ഈ സമാധാനം കെടുത്താൻ അതും ഇതും പറഞ്ഞു എന്റെ മുമ്പിൽ വന്നേക്കല്ലേ. എന്റെ സ്വഭാവം മാറി ഞാൻ പറഞ്ഞേക്കാം. അയ്യടാ, ഫസ്റ്റ് ഒരു പാർട്ടിയും കൂടെ മനു. ഫ്രണ്ടാ? ആണോ? അതൊക്കെ ഫ്രണ്ടായിരിക്കും. പക്ഷെ അരക്കള്ളനും മുക്കാൽ കള്ളനും കൂടെ ബിസിനസ്സിന് ഇറങ്ങിയാൽ എങ്ങനെ ഇരിക്കുമെന്ന് പറഞ്ഞ. അമ്മോ ഈശ്വര. അമ്മ ഇപ്പൊ നല്ല മൂഡിലാണ്. വെരി കൂൾ മൂഡാ. എന്ത് ചോദിച്ചാലും അപ്പം ഓക്കെ. ഒന്നല്ല, അടുത്ത വള്ളിക്കെട്ട്. ഇവിടെ അമ്മ, നമ്മൾ ബാംഗ്ലൂർ അടച്ചില്ലേ അന്നത്തെ പ്രോഡക്റ്റ്, അതിനെപ്പറ്റി പറ. മിണ്ടരുത്. ഞാൻ ഇച്ചിരി മനസ്സ് സ്വസ്ഥമായിട്ട് ഒരു ആനന്ദത്തോടുകൂടി ഇവിടെ വന്നിരുന്നതാ. അപ്പൊ ആദ്യത്തെ വള്ളിക്കെട്ട് വന്ന് ഏതാണ്ടൊക്കെ കുലുകുലാന്ന് പറഞ്ഞു വെച്ചിരിക്കുക. അപ്പോഴാ നിന്റെ വരവ്. ഈ ബിസിനസ് അത് ഇത് എന്റെ പൊന്നു കുഞ്ഞെ എന്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നു. ഇതൊന്ന് അവസാനിപ്പിക്കാവോ? എനിക്കിതൊന്നും കേൾക്കണ്ട. എന്റെ മുട്ട് വയ്യാതായി പോയില്ലെങ്കിൽ ഞാൻ ഒറ്റ ചവിട്ടിന് തന്നെ താഴെ ഇട്ടതേ. ഞാൻ ഇങ്ങനെ തിളച്ചു മറിയണ അമ്മയാണോ? നീ കൂളായിട്ടിരിക്കണെന്ന് പറഞ്ഞു. അമ്മാ, അല്ല, അങ്ങനെ പറഞ്ഞാൽ ശരിയാവൂലല്ലമ്മ. ഓഫീസിലെ തിരക്കുകളൊക്കെ നമ്മൾ നോക്കണ്ടേ? ആണോ? ഓഫീസിലെ തിരക്കൊക്കെ ഒരു 2-3 ദിവസം മാറ്റി വെച്ചെന്ന് പറഞ്ഞ് ഒരു ചുക്ക് സംഭവിക്കാൻ പോകുന്നില്ല കേട്ടോ. അമ്മയ്ക്ക് മൊത്തത്തിൽ ബിസിനസ്സിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കണമെന്നാണ്. ബിസിനസ്സിൽ നിന്നൊക്കെ മാറി അങ്ങോട്ട് മുഴുവനും ഉപേക്ഷിച്ചിട്ട് പോകണമെന്നല്ല പറയുന്നത്. ഇതിനകത്തു നിന്നൊക്കെ ഒരു വിശ്രമം, സ്വസ്ഥമായിട്ട് എങ്ങോട്ടെങ്കിലും ഒരു 3-4 ദിവസം ഒന്ന് മാറി നിൽക്കണം. എല്ലാരും വിചാരിച്ചേ ഒക്കത്തുള്ളൂ. പിന്നെ 2-3 ദിവസം ഒന്നും അങ്ങോട്ട് മാറിയോണ്ട് അവിടെ ഇടിഞ്ഞ് വീഴ പോടാ അവിടെ നിന്ന്. എന്നാ പിന്നെ ഞാൻ ഒരു കാര്യം പറയാം. നമുക്ക് 2 ദിവസത്തേക്ക് ട്രിപ്പ് പോവാം. 3 അങ്ങനെ വല്ല നല്ല കാര്യം പറഞ്ഞോക്കെ ആലോചിക്കാം. എങ്ങോട്ടാ പോണം? പിന്നെ ഒരു കാര്യം, എങ്ങോട്ട് പോണം, എങ്ങനെ പോണം എന്നൊക്കെയുള്ളതൊരു തീരുമാനത്തിലായിട്ട് വേണം ഇവിടുന്ന് പോകാൻ. വണ്ടി കയറി ഇത് രണ്ടും കൂടെ അടി ഉണ്ടാക്കരുത്. ഞങ്ങളെ 2 പേരുടെ ഭാഗത്ത് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അയ്യോ, നിങ്ങൾ 2 പേരുമല്ല, കൂടെ 2 പേരുണ്ടല്ലോ. ഭാര്യമാര് 2 പേര് മരുമക്കള്. ഇവിടെ എത്തി പറയും അങ്ങോട്ട് പോന്ന്, അപ്പൊ വേറെടുത്ത് പറയും ഇങ്ങോട്ട് പോന്ന് പറയും. എന്നെ കൊണ്ട് ഇതൊന്നും കേൾക്കാൻ വയ്യ. അതുകൊണ്ട് ആദ്യം അവളുമാർ 2 കൂടി ധാരണയിലെത്തി, എന്നിട്ട് നമുക്ക് ഇവിടുന്ന് യാത്ര തുടങ്ങാം. പ്ലാൻ ചെയ്തു. റിലാക്സ് ചെയ്തു. അയ്യോ, പിന്നെ തീർച്ചയായിട്ടും മതിയല്ലോ. ഇങ്ങനെ 2 എണ്ണം ഉണ്ടെങ്കിൽ റെസ്റ്റിന് വേറെ എന്താ വേണം? അയ്യോ ഭഗവാനെ, സമാധാനമായിട്ടിരുന്നത് ഉള്ള സമാധാനം കൂടെ പോയി കിട്ടി. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.